CPIM-നെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം വന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആരോപണം. പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്ത് ഇന്ത്യയിലേക്ക് ആളെ അയക്കുന്നു. ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് ഇങ്ങനെയൊക്കെയാണെന്ന് കണ്ണൂരിൽ പാപ്പിനിശ്ശേരിയിൽ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് EP ജയരാജൻ പറഞ്ഞു. പാർട്ടിയെ തകർക്കാനുള്ള ലക്ഷ്യം പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കലാണ്. ഇപ്പൊ അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ പരിപാടിയിലല്ല. അമേരിക്കൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അമേരിക്കൻ യൂണിവേഴ്സിറ്റി, അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് പോസ്റ്റ് മോഡേണൈസേഷൻ, പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. പോസ്റ്റ് മോഡേണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ്, CPM-നെയാണ്. CPM തകർന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക്. അതിനുള്ള കടുത്ത ആക്രമണമല്ലേ. ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ എന്തായി തീരും സ്ഥിതി? ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണ്. വിവരങ്ങളുമായി സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും തത്സമയം ചേരുന്നു. സജോ, യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി ഏതാണ്, ആരെയാണ് ഇന്ത്യയിലേക്ക് അയച്ചത്, ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം പൊതുവിൽ പറഞ്ഞ ഒരു ആരോപണമാണിത്. പറയൂ സജോ. ഗുഡ് മോർണിംഗ്. രാഷ്ട്രീയ കൗതുകമുള്ള ഒരു വിമർശനവും ആരോപണവും ഒക്കെയാണ് EP ജയരാജൻ CPIM-ന്റെ പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. നേരത്തെയും മുൻകാലങ്ങളിലും EP ജയരാജനും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒക്കെ അമേരിക്കൻ ഗൂഢാലോചന പല വിഷയങ്ങളിലും ഉന്നയിക്കാറുള്ളതാണ്. സമാനമായ ആരോപണമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിലൊരു രാഷ്ട്രീയ കൗതുകമുണ്ട്. അദ്ദേഹം പറയുന്നത് നേതാക്കളെ ആക്രമിക്കുന്നു, അത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു, ആസൂത്രിതമായി നേതാക്കളെ ആക്രമിക്കുന്നു. ഇത് തെറ്റുകൾ തിരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല, CPIM-നെ തകർക്കുക എന്ന ആസൂത്രിത ലക്ഷ്യത്തോടു കൂടിയാണ്. അതിന് വിപുലമായ പദ്ധതിയുണ്ട് വലതുപക്ഷ ശക്തികൾക്ക്. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം കൊടുത്ത് CPIM-നെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി ആളുകളെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. പോസ്റ്റ് മോഡേൺ എന്ന പേരിലാണ് പരിശീലന പദ്ധതിയുള്ളത്. അങ്ങനെ പോസ്റ്റ് മോഡേണിസ്റ്റുകളെ ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത്തരം നയമുള്ള ആളുകളെ പരിശീലനം കൊടുത്ത് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അവരുടെ ലക്ഷ്യം പാർട്ടിയെ തകർക്കുക എന്നതാണ്. ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും അദ്ദേഹം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇത്തരത്തിൽ ആസൂത്രിതമായി വലതുപക്ഷ ശക്തികൾ അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വം തകർത്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പദ്ധതിയാണ്. അത് ഇന്ത്യയിലും നടക്കുകയാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്നതാണ് ലക്ഷ്യം. സ്വാഭാവികമായും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം CPIM-ആയി മാറുന്നു. മാധ്യമങ്ങളെയും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇത് പ്രവർത്തകർ തിരിച്ചറിയണം. അതിനുവേണ്ടിയുള്ള മാനസിക ഐക്യവും പൊരുത്തവും ഉണ്ടെങ്കിൽ മാത്രമേ നേതാക്കളെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ അത് പാർട്ടിയെ തകർക്കാനുള്ള ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കണം. അതിനുവേണ്ടിയുള്ള പ്രതിരോധം സഖാക്കൾ അല്ലെങ്കിൽ CPIM പ്രവർത്തകർ ഒരുക്കണം. ഇത് തിരിച്ചറിയണം. ഇത്തരം ഗൂഢാലോചന നടക്കുന്നു. ഏത് യൂണിവേഴ്സിറ്റിയും ആര് എവിടെ എന്ത് പദ്ധതി തയ്യാറാക്കുന്നു എന്ന് പറയുന്നില്ലെങ്കിൽ കൂടി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സാമ്രാജ്യത്വം, വലതുപക്ഷ ശക്തികൾ അങ്ങനെ ആസൂത്രിതമായി ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തകർക്കുന്നതിന് വേണ്ടിയും ആളുകളെ പരിശീലനം കൊടുത്ത് അയക്കുന്നുണ്ട് എന്നതാണ്. താങ്ക് യു സജോ ദേവസ്യ.